ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാറ്റിൻ്റെ ഡോട്ടഡ് റിബണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്, അതേപോലെ അലിഗേറ്റർ ക്ലിപ്പ്, ഹെയർ ബോ, പിന്നെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ്റെ റിബൺ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം അളവിലല്ല, ഡിഫറെൻ്റ് അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നിന് ചെറുത്, വലുത്, അതിന് വലുത്, അതിന് വലുത്, അങ്ങനെ 4 പീസായിട്ടാണ് ഒരു ഭാഗത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അവിടെ തുന്നി കൊടുത്താലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 4 ലെയറായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരേ വലുപ്പമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 4 വലുപ്പത്തിലായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് തുന്നി കൊടുത്താലും മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഭാഗത്ത് ഇതേപോലെ 2 പീസ് വേണം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത പീസും കൂടെ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ചെറിയൊരു ബോ രൂപത്തിലൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ട നമുക്ക് കുറച്ച് പോളൻസും, അതേപോലെ ഞാനൊരു ഫോം ഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തെ ഈ കമ്പി ഒന്ന് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇനി ഈ പോളൻസിൻ്റെ കമ്പിയും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഒട്ടിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് ഗ്ലൂ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഫോം ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹെയർ ബോലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു മോഡലായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അലിഗേറ്ററിൽ ഇത് മാത്രമായിട്ട് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബോൾ, വൈറ്റ് ബോൾ ഇതൊന്ന് വെച്ച് ഒന്ന് തുന്നി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ബോളും കൂടെ അതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഈ ഒരു ബോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ ബോൾ ഒരു സൈഡിലായിട്ട് നമ്മളിതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തുന്നി കൊടുക്കുക ചെയ്യണം. നമുക്ക് നല്ല ഉറപ്പിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുന്നി കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ തുന്നൽ പുറത്തേക്ക് കാണാത്ത രീതി വേണം നമ്മളിത് തുന്നി കൊടുക്കാൻ.
ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു ക്യാൻവാസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ 4 പീസ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നത് കേട്ടോ. 2 എണ്ണം നേരെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പോളൻസിൻ്റെ കമ്പി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു ബഡ് ഓരോന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 ഭാഗമാക്കിയിട്ടൊന്ന് പിരിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നൊരു ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഫോം ഫ്ലവർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ടിക് ടാക്കിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2ഉം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.